സേതുവിടെ അപ്പുറത്തുണ്ടല്ലോ. വിളിക്കാവനെ. സേതുട്ടാ, സേതുട്ടാ. നീ ഇന്ന് വക്കീലാഫീസിൽ പോയിരുന്നു? പോവാൻ തുടങ്ങുമായിരുന്നു. എപ്പോ? നിന്റെ അമ്മയുടെ 16 അടി ഇതിന് കഴിഞ്ഞിട്ടോ? എടാ, രാവിലെ വക്കീലാഫീസിൽ പോകണമെന്നോട് ഞാൻ പറഞ്ഞിരുന്നോ? പോവാന്ന്. എന്നിട്ട് വിത്ത് വാങ്ങാൻ വേണ്ടി ചാച്ചപ്പന്റെ അടുത്ത് പോയിരുന്നു. നാളെ വിതയ്ക്കേണ്ടതാ. ആ ദേവസ്വംകാരുമായിട്ടുള്ള കേസ് പിന്നെ മാറ്റി വെച്ചു. ഇത് എത്രാമത്തെ തോണയാന്ന് നിനക്കറിയാമോ? സമയാസമയത്ത് വക്കീലന്മാരെ കണ്ട് ചൂടാക്കിയില്ലേ വല്യ നടക്കൂടാ. ആ വസ്തുവിന്റെ വിലയിൽ കൂടുതൽ ഇപ്പൊ കേസിന് ചെലവായില്ലേ അമ്മാവൻ? അമ്മാവൻ ഇങ്ങനെ കേസിനും വഴക്കിനും നടക്കും. സമയത്തിന് വിത്ത് വിതച്ചില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ കൂടി പരിങ്ങല്ലോ. തറതല പറയാൻ നടുവ് പറഞ്ഞില്ലടാ. കൃഷി നടത്തണോ വ്യവഹാരത്തിന് വേണ്ടി വെച്ചെടുക്കണോ തീരുമാനിക്കാൻ ഞാനുണ്ട് ഇവിടെ. നിന്റെ തന്ത സമ്പാദിച്ച വകയൊന്നുമില്ല ഇവിടെ. ഉള്ളത് നക്കി തിന്ന് മിണ്ടാണ്ട് ഇവിടെ കഴിഞ്ഞോണം. പൊക്കാൻ്റെ ഓമീത് കൊന്നുകളയും ഞാൻ. അധിക പ്രസംഗം. സേതുട്ടാ, കഞ്ഞി വിളമ്പി. വേണ്ട. ആണുങ്ങൾക്ക് വേണ്ടയോ? എന്റെ തന്ത സമ്പാദിച്ച വകയൊന്നും അല്ലല്ലോ. മതിയായി ഭാഗി, നക്കി തിന്നാൻ വയ്യ. സേതുട്ടാ, ഞാൻ എങ്ങോട്ടെങ്കിലും പോവുക. ഇതിലും ഭേദം വല്ല നാട്ടിലും പോയി ചുമടെടുക്കുന്ന. ഇതായിപ്പോ തമാശ. അച്ഛന്റെ മുൻചൂണ്ടിയെ കുറിച്ച് സേതുട്ടിന് അറിഞ്ഞൂടെ? ഒറ്റ മോളാണ് ഞാൻ. എന്നെ കെട്ടാൻ പോണ ആള്, ഈ സ്വത്ത് മുഴുവൻ നോക്കേണ്ട ആള്. തന്നെക്കാൾ പ്രാപ്തിയുള്ളവനായിരിക്കണമെന്ന് ഏതച്ഛൻ ആഗ്രഹിക്കാത്തത്? സ്നേഹക്കൂടുതലും ഉണ്ടല്ലേ വഴക്ക് പറയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. സ്നേഹക്കൂടുതൽ ദേ കന്നത്താ. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇന്ന് ഇത്തിരി കൂടിപ്പോയി. എനിക്കും തോന്നി. ദേ, ഈ ദേഷ്യമൊക്കെ ഒന്ന് കളഞ്ഞ് മനസ്സ് തണുപ്പിച്ചൊന്ന് ചിരിച്ചേ. മാധവക്കുറുപ്പിന് വേണ്ടി കോയിക്കലെ സേതുമാധവ കുറുപ്പിനോട് വേണമെങ്കിൽ ഈ ഭാഗ്യമാപ്പ് പറയാം. പോരെ? പോവണ്ണേ. ഒന്ന് ചിരിക്കണ്ട സേതുവേട്ടാ. ചിരിച്ചാൽ ഈ ഭാഗ്യം ഒരു സമ്മാനം തരാം. നിന്റെ ഒരു സമ്മാനം?